ഇറാനും അമേരിക്കയും ശക്തമായി പരസ്പരം ആക്രമിക്കാൻ തുടങ്ങിയതോടെ പശ്ചിമേഷ്യ ഭീതിയിലാണ്. ജോർദാനിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടത് മിസൈലിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിന് ഇടയിലാണ്. അത് അമേരിക്കയ്ക്ക് ഞെട്ടലും ക്ഷീണവും ഉണ്ടാക്കുന്നതാണ്. ഇറാന് ബോംബുകളെ പ്രതിരോധിക്കാനുള്ള സാങ്കേതിക വിദ്യയില്ല. അവിടെ എത്ര ആൾനാശമുണ്ടായാലും സ്വാഭാവികമെന്ന നിലപാടാണ് അമേരിക്കയ്ക്ക്. പക്ഷേ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ മിസൈൽ വീഴുന്നത് അവർക്ക് അംഗീകരിക്കാനാകില്ല. അതിനു പുറമെയാണ് ഇപ്പോൾ അമേരിക്കയുടെ വൻ വിലയുള്ള MQ-9 റീപ്പർ ഡ്രോണിനെ ഇറാൻ വെടിവെച്ചിട്ടു എന്ന വാർത്ത വരുന്നത്. അടുത്തിടെ വികസിപ്പിച്ച ഹോർമുസ് മേഖലയിൽ വിന്യസിച്ച നൂതന വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഡ്രോണിനെ ആക്രമിച്ചത് എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഖുസൈസ്ഥാൻ പ്രവിശ്യയിലെ അഹ്വാസിന് മുകളിലൂടെ പറന്ന US MQ-9 റീപ്പർ ഡ്രോണിനെയാണ് തങ്ങളുടെ എയ്റോസ്പേസ് ഫോഴ്സ് വെടിവെച്ചിട്ടതായി IRGC അവകാശപ്പെടുന്നത്. ഈ അവകാശവാദം US സ്ഥിരീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും ഒരാഴ്ചയായി ഹോർമുസ് മേഖലയിലെ വിവിധ ദ്വീപുകളിൽ കനത്ത ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം തകരാറില്ലാതെ നിലകൊള്ളുന്നു എന്നത് അമേരിക്കയ്ക്ക് ക്ഷീണം കൂട്ടുന്നതാണ്. യുദ്ധം എല്ലാ കാലത്തും തിരിച്ചറിവുകളുടെ വേദി കൂടിയാണ്. ലോകം കണ്ട എല്ലാ യുദ്ധങ്ങളിലും ചില വിചാരങ്ങളും പ്രതീക്ഷകളും വെറും ഭാവനകളാണ് എന്ന് തെളിഞ്ഞു. അശക്തർ എന്ന് കരുതപ്പെട്ടവർ അതിശക്തരെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. ആരെക്കുറിച്ച് ഇങ്ങനെ ധരിക്കുന്നു അഥവാ തെറ്റിദ്ധരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും പ്രതീക്ഷയും മോഹഭംഗവും എല്ലാം. ഒരു ദിവസം കൊണ്ട് അവസാനിക്കുമെന്ന് കരുതിയ റഷ്യ-ഉക്രൈൻ യുദ്ധം 4ാം വർഷവും തുടരുകയാണ്. ഞാഞ്ഞൂലുകൾ എന്ന് റഷ്യ കരുതിയ ഉക്രൈൻ ഇപ്പോൾ റഷ്യയ്ക്ക് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അതുപോലെയാണ് ഇറാൻ യുദ്ധവും. ഇറാനെ ഉടൻ അവസാനിപ്പിക്കുമെന്ന് പലതവണ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ട്രംപിന് അതേ കാര്യം വീണ്ടും പറയാൻ അവസരം കൊടുത്തുകൊണ്ട് ഇറാൻ ശക്തമായി തന്നെ നിലകൊള്ളുന്നു എന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം യുദ്ധം പുതിയ ബന്ധങ്ങൾ തുടങ്ങാനും പഴയ ബന്ധങ്ങൾ പുതുക്കാനുമുള്ള അവസരവുമാണ്. ഇറാനുമായി രഹസ്യധാരണ നടത്തി ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന സൗദിയെയാണ് 2ാം ഘട്ട ഇറാൻ യുദ്ധത്തിൽ കാണുന്നത്. ഇറാൻ ഗൾഫ് മണ്ണിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും കുറവ് UAEയിലേക്കാണ്. ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രഹരം ഏറ്റതും അവർക്കായിരുന്നു. ആക്രമണങ്ങളെ പരസ്യമായി വിമർശിക്കുമ്പോഴും UAE ഇറാനുമായി ചില നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു പല അന്താരാഷ്ട്ര വിദഗ്ധരും. കാരണം അമേരിക്കയുമായി ഏറ്റവും നല്ല ബന്ധമുള്ള UAE ഗൾഫിലെ അമേരിക്ക കൂടിയാണ്. ആ രാജ്യത്തെ ഇറാൻ നോവിക്കുന്നില്ല എങ്കിൽ അതിന് പിന്നിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നെ എന്ന് ഉറപ്പിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത്തവണ 2ാം ഘട്ട ആക്രമണം നടന്നപ്പോൾ UAEയെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആദ്യഘട്ടത്തിലെ ആക്രമണമായിരുന്നില്ല ഇപ്പോഴത്തേത്. ഇപ്പോൾ നടത്തിയ ആക്രമണങ്ങൾ മൊത്തം US-ന്റെ UAEയിലെ താവളങ്ങൾക്ക് നേരെ മാത്രമായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ പഴയ ഐക്യമില്ല എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ജയമാണ്. പുതിയ ബന്ധങ്ങൾക്ക് ശ്രമിക്കുന്ന രാജ്യങ്ങൾ പരോക്ഷമായി പ്രകടിപ്പിക്കുന്നത് അമേരിക്കൻ സംരക്ഷണത്തിലുള്ള അവിശ്വാസമാണ് എന്നത് ഇറാന് ധാർമ്മിക വിജയം നൽകുന്നു. പുതിയ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അടുത്തിടെ വന്ന ഒരു റിപ്പോർട്ട് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ സൗദി അറേബ്യ ഇസ്രയേലിന് കൈ കൊടുക്കുമോ എന്ന ചോദ്യം ഉയർത്തുന്നതാണ് ആ റിപ്പോർട്ട്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ വാക്കുകളെ ആധാരമാക്കിയുള്ള റിപ്പോർട്ട് പുതിയ ബന്ധങ്ങളുടെ സാധ്യതയെ ചൂണ്ടിക്കാട്ടുന്നതാണ്. സൗദി അറേബ്യയുമായി അടുക്കാൻ ശ്രമിക്കുകയാണ് ഇസ്രായേൽ. പക്ഷേ UAEയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ഇസ്രായേലിന് സൗദിയെ ഒപ്പം കൂട്ടാൻ കഴിയുന്നില്ല. 2023 ശക്തമായ ഇസ്രായേലിന്റെ ഗാസ ആക്രമണമാണ് എല്ലാ ശ്രമങ്ങളും തകിടം മറിച്ചത്. എങ്കിലും പരിശ്രമത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്. സൗദി അറേബ്യയുമായുള്ള ബന്ധം സ്ഥാപിക്കൽ തൻ്റെ സ്വപ്നമാണ് എന്നാണ് ഐസക് ഹെർസോഗ് പറയുന്നത്. റിയാദ് കേന്ദ്രമായുള്ള ചാനലായ അൽ അറബിയ്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇസ്രായേൽ പ്രസിഡന്റിന്റെ തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനോട് തനിക്ക് വലിയ ബഹുമാനമാണ് എന്നും ഹെർസോഗ് പറയുന്നു. മിക്ക ഇസ്രായേൽ പൗരന്മാരും സൗദിയുമായി അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ നേരിട്ട് സംസാരിക്കണമെന്നാണ് ഐസക് ഹെർസോഗിന്റെ നിലപാട്. നേരത്തെ സൗദിയുമായി ഇസ്രായേൽ ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു. 2023 ഗാസയിൽ യുദ്ധം രൂക്ഷമായി. അതോടെ എല്ലാ ചർച്ചകളിൽ നിന്നും സൗദി പിന്മാറി. എങ്കിലും ഇസ്രായേൽ പൂർണ്ണമായി ശ്രമം ഒഴിവാക്കിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രസിഡന്റിന്റെ വാക്കുകൾ. പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ പ്രസിഡന്റ് പറഞ്ഞത്, കൊല്ലപ്പെടുന്ന ഓരോ നിരപരാധിയായ പലസ്തീൻ പൗരനെയും ഓർത്ത് തൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്നാണ്. അതൊരിക്കലും
തങ്ങളുടെ ലക്ഷ്യമോ ആഗ്രഹമോ അല്ല എന്നും ഗാസയിലെ ജനങ്ങൾ മെച്ചപ്പെട്ട ജീവിതത്തിന് അർഹരാണ് എന്നുകൂടി ഹെർസോഗ് പറഞ്ഞു വെക്കുന്നുണ്ട്. അവർക്ക് മെച്ചപ്പെട്ടൊരു ജീവിതമാണ് താൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഗാസയിലും പലസ്തീനിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേൽ പ്രസിഡന്റ് ഒന്നും പറഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ്. സൗദി അറേബ്യ ഇസ്രായേൽ ബന്ധത്തിനുള്ള ശ്രമം പുതിയ കാര്യമല്ല. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ വാക്കുകളോടെ ആ വിഷയം വീണ്ടും ചർച്ചകളിൽ നിറയുന്നു എന്ന് മാത്രം. സ്വതന്ത്ര പലസ്തീൻ രൂപീകൃതമായാൽ മാത്രമേ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കൂ എന്നാണ് സൗദിയുടെ എക്കാലത്തെയും നിലപാട്. പക്ഷേ സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ ബന്ധം സ്ഥാപിക്കാൻ രഹസ്യമായി ചർച്ച നടക്കുന്നു എന്ന് വർഷങ്ങൾക്ക് മുൻപേ വാർത്തകൾ വന്നതാണ്. അതിനുള്ള ശ്രമങ്ങളും തകൃതിയായി പിന്നണിയിൽ നടന്നിരുന്നു. എന്നാൽ 2023 ഒക്ടോബറിലെ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണം എല്ലാ നീക്കങ്ങളെയും അപ്രസക്തമാക്കി. സംഭവം അറബ് ജനതയ്ക്കിടയിൽ ഇസ്രായേലിനെതിരെ വലിയ രോഷമുണ്ടാക്കി. ഇതോടെ ഇസ്രായേലുമായുള്ള എല്ലാ ചർച്ചകളും സൗദി നിർത്തി. 1948 പലസ്തീനിലെ ഒരു ഭാഗം കൈയടക്കി ഇസ്രായേൽ രൂപീകരിച്ചതു മുതൽ അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലിന് എതിരാണ്. എന്നാൽ 1970കളിൽ ഇതിൽ മാറ്റം വന്നു. ഈജിപ്തും ജോർദാനും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. ഏതാനും വർഷം മുൻപ് UAEയും ബഹ്റൈനും ബന്ധമുണ്ടാക്കി. സുഡാനും മൊറോക്കോയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് ആദ്യ തവണ പ്രസിഡന്റായപ്പോൾ 2020 ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന എബ്രഹാം കരാറിൽ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒപ്പുവെച്ചു. സ്വതന്ത്രവും അംഗീകൃതവുമായ പലസ്തീൻ എന്ന രാഷ്ട്രം യാഥാർത്ഥ്യമായാൽ മാത്രമേ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കൂവെന്ന് സൗദി ശഠിച്ചു. ഇസ്ലാമിലെ ഏറ്റവും പവിത്രമായ മക്ക ഉൾപ്പെടെയുള്ള പുണ്യനഗരങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ പ്രതികൂലമായ ജനവികാരവും ചൂണ്ടിക്കാട്ടുന്നു സൗദി അറേബ്യ. ഇതെല്ലാം കാരണമാണ് സൗദി ഇസ്രായേലിനെ അടുപ്പിക്കാത്തത്. കഴിഞ്ഞയാഴ്ച മരിച്ച US സെനറ്റർ ലിൻസി ഗ്രഹാം അവസാന നിമിഷം സംസാരിച്ചത് സൗദി ഇസ്രായേൽ ബന്ധത്തെക്കുറിച്ചായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും പരസ്പരം ബന്ധം ശക്തമാക്കണമെന്ന് ലിൻസി ഗ്രഹാം പറഞ്ഞിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടുപ്പമുള്ള റിപ്പബ്ലിക്കൻ നേതാവായിരുന്നു ഗ്രഹാം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കൈപൊള്ളിയിട്ടും ഇസ്രായേലിന് അമേരിക്ക ഇത്രയധികം പിന്തുണ നൽകാൻ കാരണവും ഗ്രഹാമാണ്. തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ഇസ്രായേലിൽ ഐസക് ഹെർസോഗിന്റെ വാക്കുകൾക്ക് എന്ത് പ്രതികരണമാണ് ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. ഹെർസോഗ് പറഞ്ഞതുപോലെ ഇസ്രായേലിലെ ജനങ്ങൾ സൗദിയുമായി ബന്ധത്തിന് അനുകൂലമാണ് എന്ന് ചില സർവേകൾ കാണിക്കുന്നു. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലി സർക്കാരിന് ഇതിന് സമ്മതമല്ല. പലസ്തീൻ വിഷയത്തിലെ നിലപാടിൽ മാറ്റമില്ല എന്ന് നെതന്യാഹു ആവർത്തിക്കുന്നു. എന്നാൽ നെതന്യാഹുവിന്റെ പാർട്ടിക്ക് ജനപ്രീതി കുറഞ്ഞുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ അടുത്ത സർക്കാർ പ്രസിഡന്റിന്റെ ആഗ്രഹത്തെ അനുകൂലിക്കുമെന്നാണ് സൗദിയിലെയും ഇസ്രായേലിലെയും ജനങ്ങളുടെയും പ്രതീക്ഷ. ഇറാൻ യുദ്ധത്തെക്കുറിച്ചുള്ള ഇസ്രായേലി പ്രസിഡന്റിന്റെ വാക്കുകളും പ്രാധാന്യം അർഹിക്കുന്നു. ഇറാന്റെ മുൻകാല പെരുമാറ്റം കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ മാസം ഒപ്പുവെച്ച US ഇറാൻ ധാരണാപത്രം നടപ്പാക്കാത്തതിൽ അത്ഭുതമില്ല എന്ന് ഹെർസോഗ് പറയുന്നു. ഇറാനുമായി കരാറുകളിൽ ഏർപ്പെടുക അസാധ്യമാണ്. അവർ നിരന്തരം കരാറുകൾ ലംഘിക്കുന്നു. വളരെ വ്യക്തമായ കാര്യങ്ങളെപ്പോലും തങ്ങളുടേതായ രീതിയിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത് എന്നും ഹെർസോഗ് അഭിപ്രായപ്പെടുന്നു. ഇസ്രായേലിന്റെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പറഞ്ഞതും പ്രധാനമാണ്. ലെബനനുമായും സിറിയയുമായും സമാധാന കരാറുകളിൽ ഏർപ്പെടാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുവെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇസ്രായേലും ലെബനനും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതേസമയം സിറിയൻ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത് സംഘർഷങ്ങൾക്ക് കാരണമാകുന്നുമുണ്ട്. എങ്കിലും ബന്ധം സ്ഥാപിക്കുന്ന കാര്യത്തിൽ സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ അനുകൂലമായ നിലപാട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നും ഹെർസോഗ് പറയുന്നു. ഒരു കാർ ഓടിച്ച് ബെയ്റൂട്ടിലേക്ക് പോകുക എന്നത് എൻ്റെ സ്വപ്നമാണ്. ദമാസ്കസിലേക്ക് പോകുക എന്നതും എൻ്റെ സ്വപ്നമാണ്. വാളുകളും ഭീഷണികളും മറ്റുമായി ആയുധ മത്സരത്തിലേക്ക് നീങ്ങുകയല്ല, മറിച്ച് സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് ഈ മേഖല ചെയ്യേണ്ടത് എന്ന് ഇസ്രായേലികൾ വിശ്വസിക്കുന്നുവെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി.